ഹലോ ചങ്ങായിമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് കമ്പാരിസൺ ആണ്. ജെൽ സീറ്റ് വേഴ്സസ് എയർ സീറ്റ്. ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷനാണ്, ഏത് വാങ്ങിക്കണം, ജെൽ സീറ്റ് വാങ്ങിക്കണോ അതോ എയർ സീറ്റ് വാങ്ങിക്കണോ എന്നുള്ള ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻ ഉണ്ട്. പൊതുവേ നമ്മൾ ഇന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ സീറ്റ് കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു 100 കിലോമീറ്റർ ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നമ്മുടെ ബാക്ക് പെയിനും നമ്മളെ ബമ്പൊക്കെ നന്നായിട്ട് പെയിൻ ചെയ്യും. അപ്പോൾ ഏതാണ് നമുക്ക് നല്ലത്, അതായത് എയർ സീറ്റ് ആണോ അതോ ജെൽ സീറ്റ് ആണോ നല്ലത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ കുഷനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇനി ലോങ് റൈഡ് മാത്രമല്ല കേട്ടോ, ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന ആൾക്കും ശരിക്കും നമുക്കൊരു എക്സ്ട്രാ കുഷൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം ട്രാഫിക്കിനകത്ത് അല്ലെങ്കിൽ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ബാക്ക് അല്ലെങ്കിൽ ബമ്പ് പെയിനാവും. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഏകദേശം 8 മാസമായി. ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പിൻ്റെ ഒരു എയർ സീറ്റാണിത്. അപ്പം ഞാൻ എന്താ പറയുക, അത്യാവശ്യം നല്ല റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിയത്. ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, നമ്മുടെ ജെൽ സീറ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കമ്പാരിസൺ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. ജെൽ സീറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സെമി ലിക്വിഡ് സബ്സ്റ്റാൻസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കുഷനിങ് തരും. അത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് റൈഡ്, നിങ്ങൾ സിറ്റി റൈഡാണ് അല്ലെങ്കിൽ ഷോർട്ട് ലൈക്ക് സ്പാൻ ഓഫ് ടൈമിലേക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജെൽ സീറ്റിലേക്ക് പോകാം. പക്ഷേ ജെൽ സീറ്റിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൽ സീറ്റ് നമ്മൾ ലോങ് റൺ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് ഒരുപാട് നേരം ജെൽ സീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം അതിനകത്തുള്ളത് ഒരു സെമി ലിക്വിഡ് സബ്സ്റ്റാൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നമ്മളെ ബോഡി അനുസരിച്ച് അത് ഷേപ്പ് ആവും. കുറേ നേരം ആ ഒരു പോസ്റ്ററിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് അതായിട്ട് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ജെൽ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഈ ജെൽ സീറ്റിൻ്റെ ഒക്കെ സെൻറ്ററിൽ കൂടി ഒരു ലൈന് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷെ കുറച്ച് നേരം ഇരുന്ന് അത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് വരുന്നൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പൊസിഷൻ അങ്ങനെ സ്റ്റക്കായി പോകും. പിന്നീട് അത് എന്താ പറയുക, നമുക്ക് ആ ഒരു ഇനീഷ്യലി നമുക്ക് കിട്ടിയ കംഫർട്ട് അതിന് കിട്ടൂല. പിന്നെ നമ്മളെ കംഫർട്ട് അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അത് എങ്ങനെയാണോ മാനുഫാക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ പൊസിഷനിലാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കുഷനിങ് കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാനോ നമുക്ക് ജെൽ സീറ്റ് കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. പിന്നെ ജെൽ സീറ്റിൻ്റെ വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നതാണ്. ഒരു സെമി ലിക്വിഡ് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നമ്മളെ പുറമേ ഉള്ള ചൂട് അല്ലെങ്കിൽ തണുപ്പ് വലിച്ചെടുക്കും. അത് തണുപ്പായാലും വലിച്ചെടുക്കും, ചൂടായാലും വലിച്ചെടുക്കും. പൊതുവേ നമ്മൾ ലോങ് റണ്ണൊക്കെ ഓടുന്ന സമയത്ത് നമ്മുടെ ശരീരം ഹീറ്റാവും, വണ്ടി ഹീറ്റാവും. അല്ലെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും വെയിലത്തൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ ചൂട് കാരണം ഈ ജെല്ല് ആ ചൂട് അബ്സോർബ് ചെയ്യും. ഇനി അത് അബ്സോർബ് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇത് പെട്ടെന്ന് റിലീസ് ചെയ്തില്ല, കാരണം ഇത് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറേ ലോങ് റണ്ണൊക്കെ ഓടുന്ന സമയത്ത് നമ്മളെ ബമ്പിന് നമുക്ക് ആ ഹീറ്റ് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് ജെൽ സീറ്റിന്റെ മേജർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞത്. പക്ഷെ എന്താ പറയാ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ജെൽ സീറ്റ്. അത് ഒരു 1400-1500 രൂപക്ക് നമുക്ക് ജെൽ സീറ്റ് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലത്തെ സൈറ്റിലൊക്കെ, ഈവൻ ഈ ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പ് ബ്രാൻഡിന്റെ തന്നെ ജെൽ സീറ്റുകൾ അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് എയർ സീറ്റിലേക്ക് വരാം. എയർ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എയർ പോക്കറ്റ്സ് ഉണ്ട്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പല ബ്രാൻഡും പല സൈസിലും പല മോഡലിലും വരുന്നുണ്ട് കേട്ടോ. ഞാൻ പേഴ്സണലി ഇത് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒട്ടുമിക്ക പ്രോഡക്ട്സും, അതായത് കുറച്ച് ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, ഒരു സിബ് വെച്ചിട്ട് ഓപ്പണിംഗ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബലൂൺ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എയർ പോക്കറ്റ്സ് കുറവായിരിക്കും. മേ ബി ഒരു 4 എയർ പോക്കറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 എയർ പോക്കറ്റ്, ഇവിടെ ഒരു എയർ പോക്കറ്റ്, അവിടെ ഒരു എയർ പോക്കറ്റ്, അല്ലെങ്കിൽ ഒരു 6 എയർ പോക്കറ്റ്, അങ്ങനെ എയർ പോക്കറ്റ്സ് കുറവായിരിക്കും. പിന്നെ എസ്പെഷ്യലി ഇത് ഓപ്പൺ ചെയ്യുന്ന സാധനം ഒരിക്കലും വാങ്ങിക്കരുത്. കാരണം എന്താ വെച്ചാൽ അതിനകത്തുള്ള ആ റബ്ബർ മെറ്റീരിയൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല. പിന്നെ അത് ഡയറക്റ്റ് റബ്ബർ, നമ്മൾ ഇപ്പോൾ ആ സിബൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റിന് ആ പ്രശ്നമൊന്നുമില്ല. ഇത് ഫുള്ളി സീൽഡ് ആണ്. ഇത് എന്താ പറയുക, ഇതിൻ്റെ റബ്ബർ മെറ്റീരിയൽ ഒന്നും ഇതിൻ്റെ മുകളിലില്ല. പിന്നെ ഇതിൻ്റെ ഈ തുണി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തി കഴിഞ്ഞാലും പഞ്ചറൊന്നും ആവില്ല.
അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡ് തന്നെ വാങ്ങിക്കാനുള്ള കാരണം. പിന്നെ ഇതിന്റെ അടിയിൽ കണ്ടോ നല്ല ഗ്രിപ്പ് ഉണ്ട്. നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ പോലും ഇത് അവിടെ കിടന്ന് എന്താ പറയുക അവിടെ തന്നെ നിൽക്കാന്നല്ലാണ്ട് ഒരിക്കലും നീങ്ങിപ്പോലും. ഇപ്പൊ ഞാൻ ഇവിടെ പുഷ് ചെയ്യുമ്പോൾ തന്നെ കാണാം ഇവിടെ ഓൾറെഡി ഗ്രിപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് അത് ഫ്രണ്ടിലേക്ക് പോകുന്നില്ല. അപ്പം നല്ല ഗ്രിപ്പുള്ള സാധനമാണ്. പിന്നെ ഇതൊരു എന്താ പറയുക ആന്റി തെഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് സ്ട്രാപ്പ് ഉണ്ട്. ശരിക്കും നമ്മൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഈ സീറ്റ് റിമൂവ് ചെയ്യണം. സീറ്റ് റിമൂവ് ചെയ്തിട്ട് സീറ്റിന്റെ ഉള്ളിലൂടെ ഇത് ഇട്ടിട്ട് ഈ സ്ട്രാപ്പ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ കിടക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഈ പമ്പില്ലേ, ഈ പമ്പ് വെച്ചിട്ട് എയർ ഇൻക്രീസ് ചെയ്യാം, എയർ അതുപോലെ ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ എയർ ഡിക്രീസും ചെയ്യാം. അപ്പോൾ ഒരു ടോട്ടലി വെർത്ത് പ്രോഡക്റ്റ് ആണ്. പക്ഷെ ജെൽ സീറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. ഇതൊരു 2000+ ഇതിന് റേറ്റ് വരും. ജെൽ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ 1700 1600 ആ റേഞ്ചിലാണ് ജെൽ സീറ്റ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്രയും പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഇനി ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്ത് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ എയർ പോക്കറ്റ്സ് ആണ്. ഓക്കെ, ഈ എയർ പോക്കറ്റ്സ് പൊട്ടിപ്പോവോ, എന്തെങ്കിലും ഒരു സൂചിയോ അല്ലെങ്കിൽ നമ്മുടെ ചാവിയൊക്കെ തട്ടിയിട്ട് ഇത് പൊട്ടിപ്പോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഈ ഒരു മോഡലിൽ, അതായത് ഈ ഒരു ബ്രാൻഡിന്റെ ഈ ഒരു മോഡലിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഞാനിത് ഏകദേശം 8 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സിറ്റി റൈഡിനും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ടൂറിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. ഇതുവരെയൊക്കെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ പ്രശ്നം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് വെറ്റാവും. അന്നേരം നമ്മൾ ഇരിക്കുന്ന റെയിൻകോട്ട് ഒന്നും ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ ശരിക്കും നമുക്ക് നമ്മളെ ക്ലോത്തിലേക്ക് ആ വെറ്റ് അബ്സോർബ് ചെയ്യും. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ എന്താ പറയുക, ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ചാവിയൊക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്താലോ കുത്തിയാലോ ഒന്നും സംഭവിക്കില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണത്. അതുകൊണ്ട് ഇത് പഞ്ചർ ആവുന്നുള്ള പേടി വേണ്ട. പിന്നെ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം, ശരിക്കും ഇത് എയർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് എന്താ പറയുക, നിങ്ങൾ വണ്ടി അത്രയും വെയിലത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഈ നോസിൽ അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് എയർ നമ്മൾ കളയുക, എന്നിട്ട് തിരിച്ച് ഇൻഫ്ലേറ്റ് ചെയ്യുക. ഇൻഫ്ലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ചൂട് എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂട് എയർ പുറത്തേക്ക് വയ്ക്കുക. നിങ്ങൾ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ എയർ അതിനകത്ത് കയറും. എനിക്കിതുവരെയൊക്കെ ഹീറ്റിങ്ങിന് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു 150-200 കിലോമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചാലും നമുക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോസ്റ്ററിന്റെ പെയിൻ വരുന്നല്ലാണ്ട് നമ്മളെ ബമ്പിന് ഇതുവരെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പേഴ്സണലി ഞാൻ ആരെങ്കിലും എയർ സീറ്റോ അല്ലെങ്കിൽ ജെൽ സീറ്റോ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ പേഴ്സണലി റെക്കമെൻഡ് ആൻ എയർ സീറ്റ്. അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ സാധനം വേണമെങ്കിലും പോവാം. പക്ഷേ ഈ ബ്രാൻഡ് ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ 8 മാസം ഉപയോഗിച്ചിട്ട് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ജെൽ സീറ്റ് ഓക്കെയാണ്. ജെൽ സീറ്റ് നിങ്ങളൊരു ഷോർട്ട് റൈഡ് ആണ്, അധികം ലോങ് റൈഡ് ഒന്നും പോകുന്നില്ല, നിങ്ങൾ സിറ്റിയിൽ മാത്രം കറങ്ങുന്നതാണ്. മാക്സിമം ഒരു ദിവസം നിങ്ങൾ അതിൻ്റെ പുറത്തൊരു 1/2 hour 1 hour സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജെൽ സീറ്റ് ഓക്കെയാണ്. നിങ്ങൾക്ക് 1400-1500 കൊടുത്ത് ജെൽ സീറ്റ് വാങ്ങിക്കാം. പക്ഷേ നിങ്ങൾ ഒരു ലോങ് റണ്ണിലേക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ ദയവേത് ജെൽ സീറ്റ് വാങ്ങിക്കണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നേരം ഉപയോഗിക്കുന്ന സമയത്ത്, അത് കുറേ കാലം ഒരേ പോസ്റ്ററിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ജെല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പം നിങ്ങൾക്ക് ഇനീഷ്യലി കിട്ടുന്ന ആ കംഫർട്ട് കിട്ടില്ല. അപ്പോൾ എയർ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി കിട്ടുന്ന കംഫർട്ട് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.